നമസ്കാരം. ഇൻസ്പയറിലേക്ക് സ്വാഗതം. കലാമണ്ഡലം മഹേന്ദ്രൻ എന്ന വാക്കിന് കലയെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ഗുരുനാഥൻ, ക്ഷേത്രകലകളുടെ ഉപാസകനായ കലാമണ്ഡലം മഹേന്ദ്രൻ മാഷാണ് ഇന്ന് നമ്മുടെ അതിഥി. മാഷെ നമസ്കാരം. നമസ്കാരം. ഒരു കലാകാരന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് മാഷിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ചേർന്ന് മഹേന്ദ്രം എന്ന പേരിൽ വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തെ എങ്ങനെ പറയാനാണ് അങ്ങേക്ക് ഇഷ്ടം? അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, സ്നേഹിക്കുന്നവരുടെയും ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു സ്നേഹപ്രകടനം, അതിനൊരു പ്രത്യക്ഷത്തിൽ ഞാനതിനൊരു നിദാനമായി മാറുന്നു. ഒരു ദിവസമെങ്കിലും അവർക്കത് ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തിന് ഒരു സൂചകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു SLCക്ക് പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഈ നളചരിതം മാട്ടക്കഥ കണ്ടിട്ട് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. അന്ന് പറഞ്ഞപ്പോൾ അതിന് കൂടെ നിന്ന് വീട്ടുകാരെ ഇപ്പം നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നും ആരും കലാമണ്ഡലത്തിലേക്ക് ചേരുന്നൊരു രീതിയൊന്നുമില്ല. പക്ഷെ അന്ന് പൂർണ്ണ മനസ്സോടെ ഏട്ടൻ കൈ പിടിച്ചിട്ട് കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയില്ല. ആ നിമിഷത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? പൂർണ്ണ മനസ്സോടെ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ ഒരു സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ശരാശരി കുടുംബത്തിൽ ഒരു കർഷക തൊഴിലാളിയുടെ മകൻ എന്നുള്ള നിലയിൽ ഇത്തരം കലാരൂപങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സങ്കേതത്തെക്കുറിച്ചോ ഒക്കെ ഒന്നുള്ളൊരു ധാരണ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു അഭിനിവേശമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മെനക്കെട്ടില്ല. അതിന് വേണ്ടിയുള്ള സാധ്യതകൾ വളരെ, അതായത് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സമയത്ത് അത് അവതരിപ്പിക്കപ്പെടുകയും അതിനനുസരിച്ച് എനിക്ക് പിന്തുണ തന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു മൊത്തത്തിലുള്ളൊരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിലപ്പുറം അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളതിലപ്പുറം ഏതെങ്കിലും രീതിയിൽ അവർ ഒരു നിശ്ചിത സങ്കേതത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ കൂടി ഒന്നും നയിക്കുന്ന ഒരു സ്വഭാവം കുടുംബത്തിലുണ്ടായിരുന്നില്ല. അത് അങ്ങനെ ഒക്കെ വന്നു ചേർന്നു, അത്രേ പറയാനുള്ളൂ. എതിർത്തില്ല. അതെ. കലാമണ്ഡലം എന്ന പേര് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. സമൂഹം ഏറെ പ്രതീക്ഷയോടെയാണ് ആ സ്ഥാപനത്തെ കാണുകയും ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ പേരിൽ ചില വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? കലാമണ്ഡലത്തിൻ്റെ സന്തതിയാണ്, അല്ലെങ്കിൽ ആ ഒരു സങ്കേതത്തിൽ പഠിച്ചിറങ്ങിയ ആൾ എന്നുള്ള നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്തം ഉത്തരവാദിത്ത ബോധം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശരിക്ക് കഥകളി പോലുള്ളൊരു കലാരൂപത്തെ, അല്ലെങ്കിൽ തുടർന്ന് കഥകളിയായാലും തുള്ളലായാലും കേരളത്തിൻ്റെ വലിയ സമ്പത്താണ്, അതിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്നുള്ള ധാരണയോടുകൂടി സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളുണ്ട്. കാരണം അത്തരം ഒരു കലാരൂപത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, ഗ്രാഹ്യം ഇല്ലാത്ത ഒരു നാട്ടിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരെ നാട്ടുകാരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കലാപ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രതിസന്ധിയൊക്കെ വളരെ എളുപ്പത്തിൽ കടന്ന് കയറാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാട് വ്യക്തിപരമായിട്ട് തന്നെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ ഇടം കയ്യേറിക്കൊണ്ട് തന്നെ എൻ്റെ കലാസങ്കേതത്തെ വ്യാപരിപ്പിക്കുവാൻ എനിക്ക് എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ വരുമ്പോൾ ശരിക്ക് ലോകപ്രശസ്തമായൊരു സ്ഥാപനം എന്നുള്ള നിലയിലും അത് ജനങ്ങളുടെ സ്ഥാപനം എന്നുള്ള നിലയിലും ജനങ്ങളോട് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉത്തരവാദി എന്നുള്ള നിലയിലും അതിൽ
മാനുഷികമായ പരിഗണന നൽകണം എന്നുള്ള ഒരു ഞാൻ വളർന്നു വന്ന ഒരു ചുറ്റുപാടിൻ്റെ പ്രത്യേകതകൾ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ മാനുഷികമായ പരിഗണന നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അത് ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ പരിഗണനയ്ക്കോ അപ്പുറം ഉള്ള മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. കൂത്തുപറമ്പാണ്, കോട്ടയം നമ്പൂരാൻ്റെ നാടാണ്, അങ്ങ് പഠിച്ചത് കൂത്താണ്, കഥകളിയാണ്. ഈ നാടിൻ്റെ ഒരു ജൈവഘടനയിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് അങ്ങയുടെ ഇത്രയും കാലത്ത് ഒരു കൂത്തുപറമ്പും കൂത്തും തമ്മിലുള്ള ഒരു ജൈവഘടന എങ്ങനെയാണ്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏതൊരു പ്രദേശത്തിൻ്റെയും പോലെ ഒരു പ്രദേശമായിട്ട് കൂത്തുപറമ്പ് മാറുന്നുള്ളൂ. ചരിത്രപരമായിട്ട് കുറേ അവകാശപ്പെടാൻ ഉണ്ടെങ്കിൽ പോലും അത്തരമൊരു അവകാശങ്ങൾ പേറുന്ന ഒരു സങ്കേതവും കൂത്തുപറമ്പിൽ വർത്തമാനകാല സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. കോട്ടയം തമ്പുരാൻ്റെ നാട് എന്ന് പറയുമ്പോഴും ഏത് കോട്ടയം തമ്പുരാൻ, അത് നമ്മുടെ തെക്കൻ കോട്ടയത്തോ വടക്കൻ കോട്ടയത്തോ എന്ന് നമ്മുടെ കോട്ടയത്തുകാർക്ക് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ അത്തരമൊരു പാരമ്പര്യം അവകാശപ്പെടാൻ എന്നുള്ളതല്ലാതെ മറ്റ് ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. പാരമ്പര്യത്തിൻ്റെതായ അവശേഷിപ്പുകളൊന്നും നമ്മുടെ പ്രദേശത്ത് ഇല്ല. പക്ഷേ അത് നമ്മളിപ്പോൾ ഊറ്റം കൊള്ളും. KG സുബ്രഹ്മണ്യത്തിൻ്റെ നാടാണ് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ KG സുബ്രഹ്മണ്യം എവിടെ ജനിച്ചു, അല്ലെങ്കിൽ KG സുബ്രഹ്മണ്യം നമ്മുടെ നാട്ടിലെ ചെലുത്തിയ സ്വാധീനം, കൂത്തുപറമ്പിന് ചെലുത്തിയ സ്വാധീനം എന്താണ് എന്ന് അവകാശപ്പെടാൻ ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ജന്മനാട് എന്നുള്ള നിലയിൽ വളരെ ഗൃഹാതുരത്വത്തോടു കൂടി കൂത്തുപറമ്പിനെ കാണുന്നതിൽ അപ്പുറം പിന്നീട് പറയുന്നു ലോകപ്രശസ്തനായ KG സുബ്രഹ്മണ്യൻ നമ്മുടെ നാട്ടുകാരനാണെന്ന് നമ്മുടെ നാട്ടുകാർ എടുത്ത് പറയുമ്പോഴാണ് അത് സുബ്രഹ്മണ്യത്തിൻ്റെ നാടായി നമ്മുടെ നാട് മാറുന്നത്. അതുപോലെ കഥകളിയുടെ നാട് എന്ന് പറയുമ്പോഴും കഥകളിയുടെ അവശേഷിപ്പുകളൊന്നുമില്ലാതെ നമുക്ക് പറയാം കഥകളിയുടെ നാട് എന്നുള്ളത്. പക്ഷേ പുതിയ തലമുറ എന്നുള്ള നിലയിൽ ഇപ്പം എൻ്റെ തന്നെ ശിഷ്യന്മാർ 1-2 പേര് കഥകളി രംഗത്ത് തന്നെ കലാമണ്ഡലത്തിൽ പഠിക്കാൻ തന്നെ തയ്യാറെടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാവാൻ വേണ്ടി സാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയ തലമുറ കണ്ണി ചേർക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള ഒരു അഭിമാനമുണ്ട്. അങ്ങയുടെ തന്നെ സ്ഥാപനമായ മലയാള കലാനിലയം, അതിൻ്റെ തുടക്കം 23 വർഷങ്ങൾക്ക് മുമ്പ് 6 വിദ്യാർത്ഥികളെയും വെച്ച് തുടങ്ങി ഇന്ന് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ കലാചരിത്രത്തിൻ്റെ ഒരു അധ്യായം തന്നെയുള്ള മലയാള കലാനിലയം എന്ന സ്ഥാപനം അങ്ങ് വളർത്തിയെടുക്കുകയാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പടവുകൾ? എളുപ്പമൊന്നും ആയിരിക്കില്ല. അത് പറഞ്ഞതുപോലെ എളുപ്പം അല്ല. ഇപ്പോഴും തുടർന്നും പ്രതിസന്ധികൾ ഉണ്ടായിത്തീരും. അത് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും അടങ്ങിയ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു ജനകീയമായ ഒരു കെട്ടുറപ്പും കൂട്ടായ്മയും ഒരു കൂടിച്ചേരലും ഒക്കെ കലാനിലയത്തിൻ്റെ എന്തുകൊണ്ടോ എങ്ങനെയൊക്കെയോ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവരേറ്റെടുത്തതായ ഈ ഒരു മാഹേന്ദ്രം എന്ന പേര് നൽകിയ എൻ്റെ പിറന്നാൾ ആഘോഷം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കലാനിലയത്തിൻ്റെ മറ്റ് പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് അതിന് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള നിലയിൽ അവരോധിക്കപ്പെട്ട എന്നോടുള്ള സ്നേഹപ്രകടനമായിട്ട് ഇതിനെ കാണുമ്പോൾ കലാനിലയത്തിൻ്റെ പൊതുവായിട്ടുള്ള നിരവധിയായ പരിപാടികളിൽ ഒന്നായിട്ട്, മികച്ച പരിപാടിയായിട്ട് ഇത് മാറിത്തീരുന്നു എന്നുള്ളതാണ്. കലാനിലയത്തെ വളരെ ദൂരെ നിന്നും അടുത്തു നിന്നും നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപറ്റം നല്ല ആൾക്കാരുടെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ മലയാള കലാനിലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കാതെ കലയെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരിൽ മാത്രം അങ്ങയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല ടീമിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവരെക്കുറിച്ചുള്ളത്? അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വാക്കുകൾക്കപ്പുറമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പരാമർശിക്കുക എന്നുള്ളതിലപ്പുറം ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകും എന്നുള്ള കൃത്യമായൊരു ഭയം ഉണ്ട്. ഭയം എന്നുള്ളതല്ല, അങ്ങനെ ഒരു കടന്നുകയറ്റത്തിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് പേര്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ചേർത്ത് നിൽക്കലാണ്, അല്ല ചേർന്ന് നിൽക്കലാണ് കലാനിലയം എന്നുള്ളതാണ്. അത് ആണ് പിന്നെ കലാനിലയത്തിൻ്റെ എക്കാലത്തെയും വിജയം എന്നുള്ളതും എക്കാലത്തെയും സമ്പത്ത് എന്നുള്ളതും. മറ്റൊന്നും ആഗ്രഹിക്കാതെ എന്ന് അടിവരയിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സാമ്പത്തികം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് എന്തെങ്കിലും എന്നുള്ളതിലപ്പുറം വ്യക്തിപരമായിട്ട് നമുക്ക് എന്നുള്ള ചിന്തയിലേക്ക് കലാനിലയം മാറി. അതിൽ കഥകളി, അല്ലെങ്കിൽ തുള്ളൽ, നാടകം, മറ്റ് പല കലാരൂപങ്ങളും എഴുത്തിൻ്റെയും വായനയുടെയും ചില ഘട്ടങ്ങളിലെങ്കിലും കാർഷിക രംഗത്തുമൊക്കെ കടന്നു ചെന്നുകൊണ്ട് അത് എല്ലാം കലാനിലയത്തിൻ്റെ പ്രവർത്തനമാക്കി മാറ്റാനും നമ്മുടെ ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്.
അതുപോലെ തന്നെ സാധാരണ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചിറങ്ങിയാൽ കഥകളി അതുപോലെ തന്നെ തുള്ളൽ എന്നൊക്കെ പറയുമ്പോഴും അങ്ങ് ഇവിടെ നടത്തുമ്പോൾ അതിൽ നാടകമുണ്ട്, ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ വിവിധ ഉപകരണങ്ങളുണ്ട്. എല്ലാത്തിനെയും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. കലയുടെ സമസ്ത മേഖലകളെയും ചേർത്ത് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ സാധാരണ പൊതുവെയുള്ള ആൾക്കാർ അവർ പഠിച്ച സാധനങ്ങളെ മാത്രം, കലയെ മാത്രം പരിപോഷിക്കുമ്പോൾ എല്ലാത്തിനെയും കൂടെ നിർത്തേണ്ടതാണ് എന്ന തിരിച്ചറിവ് എവിടെ നിന്നൊക്കെയാണ് ഇങ്ങനൊരു ചിന്ത? അത് പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോയതെന്ന് പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കും. കാരണം കല അല്ലെങ്കിൽ കലാരംഗം എന്ന് പറയുന്നത് പല തട്ടിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു കൂടിച്ചേരലുകളാണ് എന്നുള്ള തോന്നലും അല്ലെങ്കിൽ അറിവ്. അപ്പോൾ ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് കലാനിലയത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ പല മേഖലയിലുള്ള കലാകാരന്മാരും, ഇപ്പോൾ ചിത്രമെഴുത്തുകാർ കഥകളിയോട് താല്പര്യരായിരിക്കും, അല്ലെങ്കിൽ കഥകളിയെ അത്ഭുതത്തോടെ കാണുന്ന നാടകക്കാരുണ്ടാവും, അല്ലെങ്കിൽ നാടകരംഗം പഠിക്കണം എന്ന് തോന്നുന്ന കഥകളിക്കാരുണ്ടാവും, ഇതൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന തുള്ളൽക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെയൊക്കെയും ഒന്നിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഒന്നിപ്പിക്കേണ്ട ആവശ്യം വരുന്നു. അത് മറ്റ് സങ്കേതങ്ങളെ അപേക്ഷിച്ച് കലാരംഗത്തിന് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സങ്കേതത്തിലേക്ക് കടന്നു ചേരാത്ത കലാ ഘടകങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതും, അത് യാദൃശ്ചികമായിട്ട് അല്ല എങ്കിൽ പോലും കൂടിച്ചേരുമ്പോൾ അത് ഒക്കെ എല്ലാ തരത്തിലുള്ള കലാ രംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പത്രങ്ങളിൽ എപ്പോഴും അങ്ങയുടെ പേരുകൾ കാണാറുണ്ട്. ഒരുപാട് ശിഷ്യന്മാർ, അങ്ങയുടെ ശിഷ്യന്മാർ പരസ്പരം തന്നെ മത്സരിക്കാറുണ്ട്. ഒരുപാട് ശിഷ്യന്മാരെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, കല തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശിഷ്യന്മാരെ കുറിച്ചുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. കേരളത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ജോലി ചെയ്യുന്നവരും കലാരംഗത്തുള്ളവരുണ്ട്, മറ്റ് പല ജോലികളും തേടുന്നവരുണ്ട്, വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അവരെയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. മെയിനായിട്ട് ഞാൻ കാണുന്നത് ഇവരെയൊക്കെയും ഒരു ദിവസം നമ്മുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ വിദ്യാർത്ഥികൾ അടക്കമുള്ള പൂർവ്വശിഷ്യരെന്ന് പറയാൻ പറ്റില്ല, ശിഷ്യരായിട്ടുള്ളവർ ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുമ്പോൾ ശിഷ്യർ പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ എൻ്റെ കീഴിൽ പഠിച്ചു പോയ കുട്ടികൾ ഒരിക്കലും നമ്മളെ മറക്കുന്നില്ല എന്നുള്ളതാണ്. ഗുരുനാഥൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള നിലയിലോ സ്നേഹത്തോടെ ഏത് ഘട്ടങ്ങളിലായാലും അവരുടെ കുടുംബ വിശേഷങ്ങളുടെ ഭാഗമായിട്ട് ഞാനും മാറണം എന്നുള്ള, അല്ലെങ്കിൽ പഠിപ്പിച്ച ആളും മാറണം എന്നുള്ള ആഗ്രഹത്തോടെ പല ഘട്ടങ്ങളിലായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അത് ഒരു കൃത്യമായിട്ട് നമ്മളൊരു സഹോദര തുല്യരായിട്ടോ അല്ലെങ്കിൽ പുത്രതുല്യരായിട്ടോ ഒക്കെ കാണുന്ന ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം ശിഷ്യരുമായിട്ട് ഉണ്ട്. അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റൊരു സങ്കേതങ്ങളിലും അത്തരം ഒരു വൈകാരിക ബന്ധം പിന്തുടരാനോ അല്ലെങ്കിൽ സാധ്യത കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ പോലും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങ് മുത്തപ്പൻ്റെ മടയനാണ്, അതുപോലെ തന്നെ രാമായണ മാസം ആകുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി രാമായണങ്ങൾ ചൊല്ലുന്ന ആളാണ്. ക്ഷേത്രകലകളെ അങ്ങ് വല്ലാതെ പിന്തുടരുന്നുണ്ട്, ഒരു ഉപാസകനെ പോലെ. എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച്? ക്ഷേത്രകലകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ ഞാൻ ഉപാസിക്കുന്ന കലാരൂപങ്ങളുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ആത്മീയ തലം കൃത്യമായിട്ടുണ്ട്. അത് നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഒരു ആത്മീയ തലത്തിലൂടെ ഇത് മുന്നേറുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജി കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത് പിന്തുടരുന്നത് എന്നുള്ളതല്ല, ഇത്തരം കലാരംഗത്തോട്, ക്ഷേത്ര കലാരംഗത്തോടും അനുഷ്ഠാന രംഗത്തോടും ഉള്ള വളരെ ചെറുപ്പത്തിലേയുള്ള താല്പര്യം, അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ നേരത്തെ പറഞ്ഞതുപോലെ മുത്തപ്പൻ്റെ മടയൻ ആവുക എന്നുള്ളത് ഈ ഒരു കാലയളവ് ഒരു 2 വർഷത്തിന് മുമ്പ് മാത്രമേ ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതിനോടുള്ള താല്പര്യം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്തുടർന്നു അതിന് ശ്രമിച്ചു. ആ രംഗമായിട്ട് പഠിക്കാൻ വേണ്ടി കോവിഡ് കാലത്ത് ഇറങ്ങി. അതിനുശേഷം ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ആചാരസ്ഥാനികനായി മാറുകയും ചെയ്തു. കുറേ നിയോഗങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന മനുഷ്യനായിട്ടാണ് എനിക്ക് മഹേന്ദ്ര മാഷെ തോന്നിയിട്ടുള്ളത്. ഒരുപാട് നിയോഗങ്ങൾ ഇങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട്. അതൊരു മനോഹരമായൊരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ അങ്ങ് കാണുന്നത്?
പ്രത്യേകിച്ചൊരു നിയോഗം എന്ന് പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊസിഷനായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്ഥാനക്കാരനോ സ്ഥാനാരോഹണം ചെയ്ത ആൾ എന്നുള്ള നിലയിലോ അത്തരമൊരു പ്രതീതി തോന്നാറില്ല. അത്തരം ഒരു സ്ഥാനത്തിരുന്ന ആൾ എന്നുള്ളത് തോന്നാറില്ല. നീ പറഞ്ഞതുപോലെ ഈ ഒരു യാത്രയുടെ കൂടെ പലതും വന്നു ചേരുന്നു, അതിനെ വളരെ സ്നേഹത്തോടെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഒന്നിച്ച് വരുന്ന ഈ ഒരു ചില ഘട്ടങ്ങളിൽ മാറി മാറി ചില നിയോഗങ്ങൾ, താങ്കൾ പറഞ്ഞതുപോലെ ചില നിയോഗങ്ങളിൽ നിയോഗിക്കപ്പെടുമ്പോൾ അതിനെ സ്നേഹത്തോടെ പിന്തുടരാൻ പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഒന്നും ഒരു ഭാരിച്ചതോ അല്ലെങ്കിൽ വലിയൊരു തലയിൽ ശിരസിലണിഞ്ഞ ഒരു അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു കിരീടമായിട്ടോ തോന്നാതെ സ്നേഹത്തോടെ അത് നെഞ്ചത്ത് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ പിന്തുടരണം എന്ന് മാത്രമേ ആഗ്രഹിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമാണ്, അങ്ങ് ഒരു ബോർഡിന്റെ മെമ്പർ കൂടിയാണ്, ക്ഷേത്രകലകളുടെ ഒരു സംരക്ഷണമൊക്കെ അതിൽ പെടുന്നുണ്ട്. അങ്ങയുടെ നിർദ്ദേശങ്ങൾ അത്തരം കമ്മിറ്റികളിലൊക്കെ വെക്കാറുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും കമ്മിറ്റികളിൽ ക്ഷേത്രകല അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയിൽ അതിൻ്റെ കൂടിച്ചേരലുകൾ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടേതായ ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കൂടുതലത് പ്രായോഗികമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാറില്ല. എങ്കിൽ പോലും ക്ഷേത്രകലാ അക്കാദമി നിരവധിയായ പരിപാടികൾ ഈ ക്ഷേത്രകലയായി ബന്ധപ്പെട്ടിട്ടുള്ള, ചിത്രകലയായി ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ വാദ്യകലയായി ബന്ധപ്പെട്ടിട്ടുള്ള, മറ്റ് മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ സംഗതികൾ ആവിഷ്കരിച്ച് ജനസമക്ഷം അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അത് അംഗീകരിക്കപ്പെടാറുമുണ്ട്. മാഷക്ക് 50 വയസ്സായി എന്ന് പറഞ്ഞാൽ കാണുന്ന ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ഒരു കൃത്യമായ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇനിയും ചെയ്തു തീർക്കാനുള്ള ഇത്തരം ഉത്തരവാദിത്തങ്ങൾ, സമൂഹം പ്രതീക്ഷിക്കുന്ന കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് മഹേന്ദ്രൻ മാഷിന്. അങ്ങനെ എന്തെങ്കിലും വിഷൻ മനസ്സിലുണ്ടോ? 50 വയസ്സ് ആഘോഷിക്കപ്പെടുമ്പോൾ ഇനിയൊരു 50 വയസ്സിലേക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു സ്പേസിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ഉത്തരവാദിയായി തീരാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഒരു ഘട്ടം ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചിന്തയോടുകൂടി വിവിധ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി, കലയിലേക്ക് ഇറങ്ങി ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുക്കണം എന്നുള്ള തോന്നലാണ് ഉള്ളത്. തീർച്ചയായും നമ്മൾ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല നമ്മുടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ വിശ്വാസങ്ങൾ അങ്ങനെയാണ്. ഒന്ന് അവരിലേക്ക് ആ ഒരു നമുക്ക് മുന്നേ വഴിതെളിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അച്ഛൻ മരണപ്പെട്ടു, അമ്മ ഇപ്പോഴും ഉണ്ട്. വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യത്തിനും പിന്തുണയും അന്വേഷകയായിട്ടും ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് അമ്മ. അച്ഛൻ മരിക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങളിൽ പിന്തുണ അർപ്പിച്ച ഒരാളാണ്. ഒരു കർഷക തൊഴിലാളി എന്നുള്ള നിലയിൽ കൂടുതൽ വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ പോലും അച്ഛൻ ഓടക്കുഴൽ വായിക്കുമായിരുന്നു. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ കൊണ്ട് സിനിമാ ഗാനങ്ങളൊക്കെ മനോഹരമായി അച്ഛൻ പാടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ, അമ്മ കഴിഞ്ഞ് പിന്നെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ സ്മരിക്കേണ്ടത്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് എന്നെ ആദ്യമായിട്ട് തബല പഠിപ്പിച്ച ഉസ്താദ് ഹാരിസ് ഭായ്, അതുപോലെ എനിക്ക് ആദ്യമായിട്ടൊരു അരങ്ങ് കാണിച്ചു തന്ന ചന്ദ്ര ടീച്ചർ മരണപ്പെട്ടു പോയി. KUP സ്കൂളിലെ ചന്ദ്രിക ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ മോണോ ആക്ട് പഠിപ്പിച്ച് അരങ്ങേറ്റിയത്. അങ്ങനെ പോകുമ്പോൾ നിരവധി കലാരംഗത്തുള്ള ഗുരുക്കന്മാർ, കലാമണ്ഡലത്തിലെ ഒരുപാട് ഗുരുക്കന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകും എന്നുള്ള ഭയമുണ്ട്. അങ്ങനെ കഥകളി രംഗത്തായാലും തുള്ളൽ രംഗത്തായാലും മറ്റ് കലാരംഗത്തുമായിട്ടും അല്ലാതെ തന്നെ ഉള്ള ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് പലരിലും ഞാൻ ഗുരുത്വം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ഒക്കെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അവരൊക്കെയും ചെയ്തു തന്ന, അല്ലെങ്കിൽ അവരൊക്കെയും മുന്നോട്ട് വെച്ച കാണിച്ചു തന്ന വഴിയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്നുള്ള നന്ദിപൂർവ്വമുള്ള സ്മരണ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സഹധർമ്മിണി കുട്ടികൾ, ഭാര്യ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യ മറ്റൊരു ഗുരുവാണ് എന്ന് വേണം പറയാം. ഒന്നിച്ച് എല്ലാ കാര്യത്തിനും വഴികാട്ടിയായിട്ട് തന്നെ ഭാര്യയുണ്ട്. മക്കൾ 2 പേരാണ്. ഒരാൾ ഇപ്പം ഡിഗ്രിക്ക് SM കോളേജിൽ ചേർന്നതും ഒരു മോള് കൂത്തുപറമ്പ് UP സ്കൂളിൽ 6ാം ക്ലാസ്സിലുമാണ്. കുട്ടികൾക്ക് അല്പസ്വല്പം കലാവാസന ഉണ്ട്.
മറ്റ് പല ശിഷ്യരെയും പോലെ അവരും ശിഷ്യരിൽ ഒരാളായിട്ടും കൂടി കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മള് മഹേന്ദ്രത്തിലാണ് തുടങ്ങിയത്. മഹേന്ദ്രം എന്ന വാക്കിന്റെ അർത്ഥം മഴവില്ല് എന്നാണ് അല്ലെ. ഒരുപാട് നിറങ്ങളുള്ള ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്ന മഴവില്ല് പോലെയാണ് കലാരംഗത്ത് മഹേന്ദ്രൻ മാഷ് എന്നാണ് ഞാൻ എന്റെ സംഘാടകരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് മഹേന്ദ്രൻ എന്ന് പേരിട്ട്. അവർ ഒരു മഴവില്ലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മഹേന്ദ്രത്തിനും അങ്ങക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് കാലം കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.